വരികൾ എഴുതിയിട്ടുണ്ട്. പ്രേമിക്കുടു എന്ന് പറയുന്ന ഒരു വാക്ക് എഴുതി. ഇതൊക്കെ ഹിറ്റാണ്. ആ സിനിമകൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ആ കോണ്ടെക്സ്റ്റ് അത് കറക്റ്റാണ്. അതിന് തെറ്റില്ലത്. ഒരു പ്രശ്നം ഞാൻ അനുഭവിച്ചത് 2 തരത്തിൽ അനുഭവിച്ചത്. നമുക്ക് പണ്ട് കാലത്ത് നീളമുള്ള വാക്കുകൾ എഴുതാനുള്ള അവസരങ്ങൾ കൂടുതലായിരുന്നു. പിന്നീട് വന്നപ്പോഴത്തേക്കാണ് 2 അക്ഷരങ്ങൾ ലാല 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 ല. അപ്പം ആ ലാല എന്നുള്ളത് 2 അക്ഷരം, 2 ലാല വന്നു കഴിഞ്ഞാൽ ഒരു 4 അക്ഷരമാക്കാൻ പറ്റില്ല. ലാല നീയും ഞാനും തന്നെ വേണം, നമ്മോടൊപ്പം അവിടെ പറ്റില്ല, കാര്യം അവിടെ മുറിക്കണം. അപ്പം ആ 2 അക്ഷരം കൊണ്ട് മുറിച്ച് അങ്ങനത്തെ പാട്ടുകൾ വന്നപ്പം വാക്കുകളില്ലണ്ടായി. പിന്നെ പുതിയ വാക്ക് കണ്ടുപിടിക്കുകയേ പറ്റൂ. പുതിയ കാലഘട്ടത്തിൽ അവരാ പുതിയ വാക്ക് കണ്ടുപിടിക്കുന്നതിനകത്ത് എനിക്ക് തെറ്റാന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയത്തില്ല, കാര്യം എനിക്കിത് ഞാൻ അനുഭവിച്ചവരാ, എഴുതി അനുഭവിച്ച ഒരാൾ. നമുക്ക് അത് നമ്മൾ കൊടുക്കുക, അത് നമ്മുടെ തൊഴിലാണ്. നേരത്തെ പറഞ്ഞ കവിയുടെ സ്വാതന്ത്ര്യം അവിടെ ഇല്ല, അത് കൊടുക്കണം. ഇതാണ് ആവശ്യപ്പെടുന്നത്, ഇത് കൊടുത്തേ പറ്റുള്ളൂ. അവിടെ അങ്ങനെ ഒരു ഇപ്പം നമ്മൾ പിന്നെ ജമന്തി പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ, അത് ജനുവരി ഇംഗ്ലീഷാന്ന് പറയുമോ? പണ്ടുണ്ടായിരുന്നില്ലേ ജൂണിലെ നിലാമഴയിൽ ഗിരീഷ്, അവിടെ അതൊരു ഇംഗ്ലീഷ് വാക്കാന്ന് നമ്മൾ പറയില്ല, അതാ കൊണ്ട് ചേർക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. അന്ന് അവരെ അത് ചെയ്തതിൻ്റെ ഭംഗി ഇത് വേറൊരു ഭംഗിയാണ്. അതല്ല ഇതിനകത്തൊക്കെ പാട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അറ്റാക്കിലൊക്കെ പാട്ട് വിനായകൻ എഴുതിയിരിക്കുന്നത്, അതൊക്കെ പഴയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് ഒരേ രീതി നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനത് പറയത്തില്ല ഒരിക്കലും. ഒരു രചയിതാവിനെയും ഞാൻ കുറ്റം പറയില്ല, കാര്യം ഇതെന്താന്നുള്ള വേദന എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അവരുടെ ജോലിയാണ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടെ ഉള്ളൂ. ഇപ്പോൾ വിനായകൻ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നീട്ടിപ്പോൾ നന്മകനെ എന്ന് പറയുന്ന വാക്ക് നമുക്കപ്പോൾ മലയാളത്തിൽ കിട്ടുകയാണ്. നന്മകനും കിട്ടുകയാണ്, അത് തമിഴല്ലേ? അതെ അതെ. അപ്പൊ അതൊരു കുറച്ചുകൂടെ നല്ലതല്ലേ? അത് മ്യൂസിക്കൽ കുറച്ചുകൂടെ തമിഴിൻ്റെ കൂടെ അതാണല്ലോ. തമിഴ് വാക്ക് മ്യൂസിക്കലാണ്. തമിഴ് വാക്കിൻ്റെ സാധാരണ വാക്ക് വരെ എടുത്ത് നമുക്ക് സിനിമയിൽ പ്രയോഗിച്ചാൽ അതൊരു അലോഹ്യം തോന്നുന്നില്ല. നമുക്ക് മലയാളത്തിൽ പറ്റില്ല. പണ്ട് പറഞ്ഞല്ലേ സ്നേഹിതനെ രഹസ്യ എന്ത് സുഖമുണ്ടെന്നല്ലേ ആ രഹസ്യ വരുമ്പോൾ. ഇത് മലയാളത്തിൽ വന്നു, സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ, കഥ മാറി, സാധനം പോയി. നല്ല ബന്ധമുണ്ടോ? ആ പരിമിതി മലയാളത്തിന് ഭയങ്കര, തമിഴിനുമില്ല. എത്ര സാധാരണ വാക്കുകൾ ഉപയോഗിക്കാമല്ല. അപ്പോൾ അങ്ങനൊരു കാലം മലയാളം മാത്രം പ്രസക്തമായിരുന്നൊരു കാലത്തിൽ നിന്നാണ് മറ്റ് ഭാഷകളുടെ ഈണത്തിലേക്ക് വഴങ്ങി നിൽക്കണം മലയാളം എന്നുള്ള തീരുമാനത്തിലേക്ക് ലോകം എടുക്കുമ്പോൾ അതിന് ഉതകുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അല്ലാണ്ട് തുമ്പാമണിക്കാരൻ ഞാൻ വീടിൻ്റെ ഗാർഡൻ മാത്രമേ വെട്ടി തെളിക്കുകയുള്ളൂ, കക്കൂസിൻ്റെ പുറത്ത് എന്നെ കൊണ്ട് പറ്റില്ല വെട്ടാൻ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ ജോലിയുടെ ഭാഗം എല്ലാം ചെയ്യണം. അപ്പം വേണ്ടത് കൊടുക്കുക എന്നുള്ളത് എന്നപ്പുറത്തേക്കൊന്നും. പിന്നെ ഈ അടുത്തുണ്ടായ ഡിസ്കഷൻസിൽ ഒന്നാണ് ഈ സിനിമ പാട്ടിലെ ആശയത്തെക്കുറിച്ചുള്ള ഒരു സംവാദം. അതിലെന്ന് പറഞ്ഞാൽ ഈ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് എന്ന് പറയുമ്പോൾ അത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നതിനെ പറ്റിയിട്ട് ആൾക്കാർ, അത് കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കില്ല എന്നുള്ളൊരു ചർച്ച. അല്ല, അത് നമ്മൾ കുറ്റം പറഞ്ഞില്ല. അത് അപ്പം ഇതിനപ്പുറത്തേക്ക് ഇത് ലൈവായി വരുമെന്നും കൊണ്ട് ആലോചിക്കും. ഒരു കട തുടങ്ങുന്ന ഓർത്ത് നോക്കൂ, നാളെ പിന്നെ ഇതിൻ്റെ ചോര എന്ന് നാളെ വിൽക്കില്ലെന്ന് എന്താ ഉറപ്പ്? യു എസിലെ ഇംഗ്ലണ്ടിലെവിടെയോ ലൈവായിട്ട് മരണം കാണാനായിട്ട് സൈക്കാട്രിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മരണം കാണുന്നത്. സിനിമയിൽ കണ്ട് മടുത്തു, വയലൻസ് കണ്ട് മടുത്തു, പോരാ. ചങ്ങമ്പുഴ പറഞ്ഞ പോലെ എല്ലാ ലഹരിയും കഴിഞ്ഞിട്ട് ഉദ്ധരിച്ച ലിംഗത്തിൽ മൂർഖൻ പാമ്പിനെ കൊണ്ട് കുത്തിക്കണം എന്നുള്ള ചിന്തയുടെ അങ്ങേയറ്റത്തിലേക്ക് പോയില്ലേ. ഇത് പോരാണ്ട് വരും, കൊടുത്ത് പോരാ എന്നൊരു ശ്രദ്ധ ലൈവായിട്ട് ഒരേ രീതിയിൽ. ഇപ്പം ചിലർക്ക് ഇപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് ഉറുമ്പിനെയൊക്കെ പിടിച്ചിങ്ങനെ തല ഞെരടിയിട്ട് നിലത്തിടും, കണ്ടിട്ടില്ലേ? അതിങ്ങനെ പെട്ടയ്ക്കുന്ന കാണുമ്പോൾ നമുക്ക് പൊതുവെ നമ്മൾക്കൊരു മൃഗീയത എല്ലാവർക്കും ഉണ്ട്. പട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയുള്ളൂ. അത് രസമാണ്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കടികുടി കൂടുമ്പോൾ. അത് നമ്മളിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ഇപ്പം പല രീതിയിൽ മരണം കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്, പല രീതിയിൽ ബ്ലഡ് ചീറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരേ തരം വണ്ടി കയറി ചാകുക, ഇത് കാണുന്ന മാനസികാവസ്ഥയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഇന്ന് ഇത്ര രൂപ പിരിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച്, റിസോർട്ടിൽ എവിടെയെങ്കിലും വെച്ച് ലൈവായിട്ട് ഏതെങ്കിലും ഒരു പയ്യൻ, അവന് കുറേ പൈസ കൊടുക്കും, അവന് ജീവിതമില്ലാത്തവരാണ് അല്ലെങ്കിൽ രോഗിയാണ്, അവനെ വഴിയിൽ കടത്തി ചുറ്റും മദ്യവും സർക്കാരൊക്കെ വെച്ച് മേശ നടുവിൽ ഇവരെ കിടത്തിയിട്ട് ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ വണ്ടി കയറ്റി ഇറക്കും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറേശ്ശെ പിടയ്ക്കുന്ന കാണുമ്പോൾ ഒരു സുഖം. തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഇണചേരുന്നത് കണ്ടുകൊണ്ടിരിക്കുക രാജാവ്. അതിന് പിന്നെ ജനലുകളൊക്കെ ഉണ്ട്, ഉള്ളി ജനൽ, രണ്ടുപേരും അവിടെ ഇണചേരും, ഇത് കണ്ടുകൊണ്ട് ആസ്വദിക്കും.
ഇത് മനുഷ്യൻ്റെ ഒരു തലമാണത് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇന്നിങ്ങനെ എഴുതി ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ചോര അദ്ദേഹത്തിൻ്റെ തോന്നിയ അക്ഷരങ്ങളിലെ കവിത പോലെ തന്നെയാണ്. വൃദ്ധൻ മകളെ കാണാനായിട്ട് പോകുന്നു, പട്ടണത്തിലേക്ക് കല്യാണം കഴിച്ചു, വരുമ്പോൾ പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക്, നോക്കിയപ്പോൾ ഒരു വെള്ളത്തുണിയിൽ ശവശരീരമാണ്, ചോര ഉരുണ്ട വെള്ളത്തുണി മൂടി കിടക്കുന്നു. പുള്ളിക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി പുള്ളി, കാര്യം ഇതൊന്നും കണ്ട് ശീലമില്ല. പിന്നെ മകളടുത്ത് ചെന്നു, ആഹാരമൊന്നും കഴിക്കാണ്ട് ഇത് തന്നെ മനസ്സിൽ തിരിച്ചു വരികയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആട് കിടന്നിടത്ത് പുഴ പോലും ഇല്ല. ഒറ്റ വരിക, നഗരത്തിലെ ചോരയുടെ പാടുകൾ എത്ര എളുപ്പം മാഞ്ഞു പോകുന്നു. ഈ മനുഷ്യനെ മനസ്സിൽ കണ്ടപ്പോൾ തന്നെ അതിങ്ങനെ വിങ്ങലായിട്ട് കിടക്കുക. അതിങ്ങനെ ലാഘവം, അതിൻ്റെ തീവ്രത കുറഞ്ഞു വരികയാണ്. മനുഷ്യൻ മൃഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലം. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ സാധനം ഇന്നിപ്പോൾ ഇങ്ങനെ സിനിമയിൽ വന്നു, നാളെ ഇത് വന്നില്ലെങ്കിൽ എനിക്കൽഭമൊന്നുമില്ല. ഒരു സ്റ്റോളുണ്ടാകുകയാണ്. മനുഷ്യൻ്റെ തല, EVM-ൻ്റെ കാര്യം മതി, ഫ്രിഡ്ജ് തുറന്ന് ഫ്രീസറിൽ മനുഷ്യൻ്റെ തലയിരിക്കുന്നു. മനുഷ്യന് നല്ല തലച്ചോറ് മാംസമാണ്, ഉപ്പ് ഉള്ളതാണ് EVM പറഞ്ഞ്. അതങ്ങനെ അത് കൊടുത്ത് അങ്ങനെ ഒരു ഇതില്ലാത്ത തൃപ്തിയില്ലല്ലോ നമുക്ക്. അപ്പോൾ തൃപ്തിപ്പെടുത്തുക, എന്ത് കാണിച്ചാൽ തൃപ്തിപ്പെടുത്തും. ഈ കുട്ടി ഈയൊരു കുട്ടി പറഞ്ഞു, ഏതോ സിനിമ കണ്ടിട്ടാണ് ഒരു കൊലപാതകം, പെൺകുട്ടി, ഏത് സിനിമയെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിന് പ്രേരണ ഉണ്ടാകാതെ നമ്മളിലെ ഈ മൃഗീയതയെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാം, ജോലിയില്ല. സത്യവാനോട് പണ്ട് ചോദിച്ച പോലെ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ കൂടുതൽ ദൂരം, പറഞ്ഞ് ദൂരം ഒന്ന് തന്നെയാണ്, പക്ഷെ നമ്മൾ ആദ്യം നരകത്തിലേക്ക് എത്തുള്ളൂ. അതാണ് നമ്മുടെ ഒരു മനോഭാവം. അതിനെയാണ് നമ്മൾ അടക്കി വയ്ക്കുന്നതും. ഈ ദാരിദ്ര്യം എന്നൊക്കെ പറയില്ലേ, പലതും നമ്മൾ അടക്കി വയ്ക്കുകയാണ്. പക്ഷേ തുറന്നു വിട്ടു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് അറിയാനും വയ്യ. അപ്പോൾ അതിനകത്ത് ആ ഒരു പാട്ട് ഇപ്പം ഈ ഒരു കാലഘട്ടം അങ്ങനെ പാട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സമൂഹത്തിൻ്റെ വൈകൃതം, അല്ലെങ്കിൽ വൈകൃതം അല്ല, സമൂഹം അത് ഇഷ്ടപ്പെടുന്നു. അത് വൈകൃതമാണല്ലോ. അതിനൊരു തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല, തമാശയിലെടുക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഇത് സെൻസറിങ് കാര്യം ചെയ്യണം. അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് അനുവാദം കൊടുത്തു കഴിഞ്ഞിട്ട് പാരാണ്ട് പറഞ്ഞാൽ മദ്യപിക്കാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പോയി മദ്യപിച്ചാൽ എന്താ കുഴപ്പം? പക്ഷേ അത് മറ്റൊരു അവനവൻ ആത്മസുഖത്തിനെ ആചരിക്കുന്നത് അവരുടെ സുഖത്തിനെ വരണമെന്ന് ഗുരുസ്വാമി പറഞ്ഞ പോലെ ആലോചിച്ചാൽ മതി. ശരത്തേട്ടൻ ചില പാട്ടുകളും കൂടെ ഡിസ്കസ് ചെയ്യാനാണ്, അതിലേക്ക് വരാം നമുക്ക്. ചാന്തുപൊട്ടിലെ ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലെ അതിനകത്ത് ശരത്തേട്ടൻ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് കണ്ണിലായി എന്നെ ഒഴിച്ച്, ഇങ്ങനെയാ, ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി, കരയിൽ എന്നല്ല കരയിലായി, നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളിമാമനെ പോലന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തെ. ഇത് ശരിക്കും മീറ്ററിന് വേണ്ടിയിട്ടാണോ അതേ വേണ്ടിയിട്ട് എഴുതിയിട്ട് എന്റെ താളാണ്? അപ്പൊ അതങ്ങനെ എന്നെ പ്രയോഗിച്ചു. അതെ, ഞാൻ ആ 7/8 ഇങ്ങനെ മനസ്സിൽ ചെയ്തതാ. ആഴക്കടൽ, അത് തന്നെ, അങ്ങേക്കരയില. അതാണ് മനസ്സിലാ. മുത്തശ്ശിയമ്മ പണ്ട് പാടുന്നൊരു പാട്ടിൻ്റെ അത് ഞാൻ ഓർക്കണില്ല, അന്നങ്ങനെ ചെയ്തത്. ആ താളമായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മ, ഞങ്ങളെയൊക്കെ അനിയത്തിമാനെയൊക്കെ, അങ്ങനെയാണ് പാട്ടുണ്ടായത്. മുത്തശ്ശി പാടുന്നൊരു പാട്ടുണ്ടാക്കുമ്പോൾ മുത്തശ്ശിയമ്മ അനിയത്തിമാനെ ഉറക്കുന്നതാണ് എൻ്റെ മനസ്സിൽ കണ്ടെഴുതിയിരിക്കുന്നത്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പാട്ട് തുടങ്ങുന്നത്. ഇല്ലില്ലാമുത്തിയെ കണ്ടു മയങ്ങുമോ നല്ല കിനാവുള്ള കണ്ണിൽ. ഇല്ലില്ലാമുത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയില്ല. മുത്തശ്ശിയമ്മയുടെ ഒരു സങ്കല്പ കഥാപാത്രം. കുഞ്ഞിങ്ങനെ ചിരിക്കുമ്പോൾ ഇല്ലില്ലാമുത്തി പൂ കൊണ്ട് കാണിച്ചു, അത് അതേ ചിരിക്കും. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാണല്ലോ കണ്ണൊക്കെ എഴുതുന്നത്. അപ്പം അന്നേരം മടി കിടന്ന് ചിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ കരയൊക്കെ ചെയ്യും. അപ്പോൾ ഇല്ലില്ലാമുത്തി ദേഷ്യപ്പെട്ടു എന്ന് പറയും. അങ്ങനെ ഇല്ലില്ലാമുത്തിയെ കണ്ടു മയങ്ങും ഈ നല്ല കിനാവുള്ള കണ്ണിൽ ഇത്തിരി കൺമഷി മെല്ലെ പുരട്ടുവാൻ. മുത്തശ്ശിയമ്മയുടെ അങ്ങനെ മുത്തശ്ശിയമ്മയുടെ ഒരു ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടായൊരു പാട്ട്. അതായിരുന്നു ആദ്യം എഴുതിയ വരി. പിന്നെയാണ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കിട്ടിയത്. ആഴക്കടലൊക്കെ പിന്നെ വന്നതാണ്. പക്ഷെ അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ജാനകിയെന്ന് വെച്ചാൽ അത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്ന കാര്യമാണ്. ജാനകിയമ്മ അത് പാടുമ്പോൾ ആസ്മ വല്ലാണ്ടുള്ളൊരു സമയം, ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഈ ഇമ്പായും ഇച്ചായും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇച്ച അങ്ങനെ എഴുതുമല്ലോ, നമ്മൾ ചായ എഴുതിയിട്ട് താഴെ ഇതിടുമല്ലേ, അല്ലാണ്ട് നമ്മൾ ഇച്ച എഴുതും, കണ്ടിട്ടില്ലേ? അങ്ങനെ എഴുതും. അച്ഛന് നീണ്ടു പോകുന്നുള്ളൂ, ഇമ്പ നീട്ടമില്ല. ഇച്ച എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, പച്ച, അതല്ലേ ജാനകിയമ്മ പാടിയത് അങ്ങനെയായിരുന്നു. അമ്പാടി തന്നിലെ ഉണ്ണിയെ പോലെ നീ കൊച്ചനാണെങ്കിലും കൊമ്പനാണെങ്കിലും എന്നാണ്. പക്ഷേ ഒരാഴ്ചയൊക്കെ താമസിച്ചിട്ടാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് മേടിച്ചത്. പാടിക്കുക എന്നുള്ളത് ലാൽ ജോസിൻ്റെ ജന്മാഭിലാഷമായിരുന്നു ജാനകിയമ്മയെ കൊണ്ട്. പക്ഷെ പാടി വന്നപ്പോൾ ഇങ്ങനെയായിപ്പോയി. പിന്നെ രണ്ടാമത് വീണ്ടും പോയി കൊമ്പനാക്കിയത്. അത് ഇതിനകത്ത് 17 പൂങ്കരൽ എന്നുള്ള പാട്ടിലും ശ്രേയ തെറ്റിച്ച് പാടിയിട്ടുണ്ട്. പ്രേമം പണ്ടേ വരം വിട്ട പാടത്തൂടെ, പ്രാണം പറയും വരമ്പാണല്ലോ, പക്ഷെ അവിടെ ഇമ്പായിച്ചായും പ്രേമം പണ്ടേ വരച്ചിട്ടെന്നാണ് പാടിയിരിക്കും. അവിടെ ഇമ്പായിച്ച എഴുത്തിൽ മിസ്റ്റേക്ക് അല്ലേ? അതെ. അപ്പം നമ്മൾ അത് ചിലപ്പം സംഭവിക്കുന്നത്. ഇപ്പം ദേവരാമ വർഷകാലത്തൊക്കെ അങ്ങനെ
പഴയ കാലത്ത് കാര്യം അവരിൽ മ്യൂസിക് ഡയറക്ടർ തിരക്കുമായിരുന്നു. ലിറിക്കിനെ കുറിച്ച് ഭാഗം കൊണ്ടൊരു ശ്രദ്ധിക്കും. ഇപ്പം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയില്ല. മ്യൂസിക് ഡയറക്ടർ മിക്കവാറും പാടുന്ന പാട്ടിൻ്റെ ടോണും സംഗതികളും മാത്രം നോക്കുക എന്നൊരു തലത്തിലേക്ക് മാറുമ്പോൾ ഈ ലിറിക്കൽ സൈഡ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നതാണ്. പണ്ടതൊന്നുമല്ല, കറക്റ്റായിട്ട് പറയും. ഹരിഹരൻ സാറിനോട് അയ്യോ അവസാനം എൻ്റെ സ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹം തൊഴുത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആരോ പാടുന്നത് ദൂരെ പാടിക്കൊണ്ടിരിക്കുക. രാജാ സാറ് മ്യൂസിക് സൈഡ് ഇങ്ങനെ പിടിച്ച് വിറപ്പിക്കുന്നു, ഞാനാണെങ്കിൽ ലിറിക് സൈഡ് ഇങ്ങനെ പിടിച്ച് എനിക്ക് വിറപ്പിക്കാനൊന്നും പറ്റില്ല, എനിക്ക് അപേക്ഷിക്കാനേ പറ്റുള്ളൂ അങ്ങനെയുള്ള മുമ്പിലൊക്കെ. അങ്ങനെ പിന്നെ രാജാ സാറ് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം അക്ഷരത്തിന് ഉച്ചാരണം തെറ്റി വരും. അപ്പോൾ ഞാൻ കയറി ഇടപെടും. കുറേ കഴിഞ്ഞ് എൻ്റെ പൊന്നുസ്വാമി അതൊന്ന് ആദ്യം തീർക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ തൊഴുതുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ ആനപ്പുറത്ത് കയറി എന്ന് പറയുമ്പോൾ കഥ മാറി. ഒരു പായ അത് നമ്മളെ ബാധിക്കും. ആനപ്പുറത്ത് കയറി എന്ന് പറയുന്നത് ആനപ്പുറത്ത് കയറി തീർന്നില്ല. അതിൽ ഓമനപ്പുഴയും നല്ല പാട്ടായിരുന്നു. വിനീതിന്റെ ശബ്ദം അതൊക്കെ അതെല്ലാം അദ്ദേഹത്തിന്റെ മിടുക്കാണ്. അടിപൊളിയായിരുന്നു. ലാൽ ജോസിന്റെ തന്നെ അച്ഛനുറങ്ങാത്ത വീട്ടില് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒഴുകുക ഇപ്പുഴ പോലെ, അതിന്റെ ഭയങ്കര രസമാണ്. ഒഴുകുകയായി പുഴ പോലെ, ഭയങ്കര രസമുള്ള ഗായകനാണ് പാടിയത്. അതെ, അതേപോലെ തന്നെയാണ് അതിനകത്ത് സിയോൻ മണവാളൻ. അത് ശരിക്കും രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട് ആ പാട്ട്, ആ സിനിമയ്ക്കുള്ളിൽ. അത് ഒരു ഭക്തിഗാനമായിട്ടല്ല അതിനകത്ത് കാണിക്കുന്നത്. ഭക്തിഗാനം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോഴും അതിന് വേറൊരു അർത്ഥമാണ് ഉള്ളത്. അത് പക്ഷെ ഭക്തിഗാനത്തിന്റെ മോഡലിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ചെയ്ത് അങ്ങനെ തന്നെയാ. പള്ളിയിലെ പെന്തക്കോസ്തിന്റെ പള്ളിയിലെ ഒരു സോങ് അങ്ങനെ തന്നെ പറഞ്ഞാണ്. അങ്ങനെ തന്നെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് പള്ളിയിൽ പോയത്. നോക്ക്, ഇവർ രണ്ടുപേരും ഒന്നുമില്ല. കാര്യം അവർ ക്രിസ്തീയത്തിൻ്റെ വേറെ വിഭാഗങ്ങളായ കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചോദ്യം വരും ചിലപ്പോൾ. ഒറ്റയ്ക്ക് പോയി ഞാൻ അവിടെ തന്നെ ഈ പാട്ട് ഇത് മുഴുവൻ ഇതും കണ്ടു. പക്ഷെ നമ്മൾ ഈ ഒരു ലക്ഷ്യത്തോടെ അല്ല പോയെങ്കിൽ നമ്മൾ അതിനെ തടുവുമ്പോഴും അതിൻ്റെ പവർ അതാണ്, ഭയങ്കര ശക്തിയാണ്. ഈ കോറൽ വോയിസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മാലാഖമാരെന്ന് പറയുന്നത്. സാധാരണ മാലാഖമാരുടെ ഇതിനകത്ത് നമ്മൾ കോറലുള്ളത് നമ്മളിങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് പോകും. പക്ഷെ എനിക്ക് ഉദ്ദേശം എന്തൊക്കെ വാക്കാണ്, ഏതാണ് ഇതിൻ്റെ താളം എന്ന് കണ്ടുപിടിക്കാൻ നല്ല ദുരുദ്ദേശം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പാട്ടിലേക്ക് ഒതുങ്ങി. അത് കഴിഞ്ഞ് പെന്തക്കോസ്തുകാർ വീട്ടിൽ വന്നിരുന്നു. ഈ പാട്ട് ഇറങ്ങി കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവും. അത് എൻ്റെ കൽബ് എഴുതിയപ്പം മലപ്പുറത്ത് നിന്ന് എനിക്ക് വിളി വന്നു. ആ പിന്തുണ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അല്ല പിന്നെ അങ്ങനല്ല, അതിൻ്റെ അല്ലേ അത് ഞാൻ പിന്നെ പണ്ട് അച്ഛൻ പറഞ്ഞതിൻ്റെ ഞാൻ മറുപടി. അച്ഛൻ പറഞ്ഞു നീ ഞങ്ങളെ വീട്ടിലെ പരദേവത ശിവനാണ്, ഏറ്റുമാനൂരപ്പൻ. അപ്പോൾ എൻ്റെ അടുത്ത് നീ ശിവനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ചിത്രങ്ങളിൽ ചിത്രകാരനെ വിളിക്ക്, അവൻ വിളിക്കുന്നതുകൊണ്ടൊന്നും അങ്ങനെ വരച്ച് കാണിക്കുന്നു, രണ്ടതുപോലെയാണെന്നുണ്ട് ഉറപ്പ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജടകളിൽ ചന്ദ്രക്കലുണ്ട്, അത് കാണാമല്ലോ. അത് നിനക്ക് ആകാശം നോക്കിയാലും കാണാം. അതാണ് റംസാൻ പിറ. രണ്ട് മതത്തിൻ്റെ നിസ്സാരമായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത്. ഈ എന്നും കാണുന്ന ആ പ്രഥമ എന്ന് പറയുന്നത് ദിവസമുണ്ടല്ലോ, അത് ദിവസം പ്രഥമയാണല്ലോ. കർത്താവ് കഴിഞ്ഞാൽ വെളുത്ത കഴിഞ്ഞാൽ അത് പ്രഥമയിൽ തേങ്ങാപ്പുള് പോലെ ഈ സാധനം ഇരിക്കില്ലേ, പിറ പോലെ ഇരിക്കുന്നത്. അത് നീ നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ പുറകിൽ ശിവനുണ്ടെന്ന് സങ്കല്പിച്ചാൽ മതിയത്. പക്ഷെ തനിക്ക് ഇതേ കാണാൻ പറ്റുള്ളൂ. അതാണ് റംസാൻ. എന്ത് രസം. ഞാനത് പറഞ്ഞു, എനിക്കും അങ്ങോട്ട് മാറേണ്ട കാര്യമില്ല. ഈ സാധനം വളർന്നാണ് പൗർണമി എന്നുള്ള വിശ്വാസം വെളുത്തവാ വരുന്നത്. ഇത് ശുഷ്കിക്കുമ്പോഴാണ് വീണ്ടും പറയാറ്. ഇത് തന്നെ, അത് ഒരു സാധനം തന്നെ രണ്ട് സ്റ്റേജിൽ കാണുന്നു നമ്മൾ. സത്യത്തിൽ വയലാർ എത്തീസ്റ്റ് ആയിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല, സ്വാതന്ത്ര്യമാണ് അതിനകത്ത്. ഈശ്വരനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ വലിയ ഭയമില്ലായിരുന്നു ദൈവത്തിനോട്. ദൈവം കൊല്ലാതിരിക്കുന്നവനാണ് തെറ്റിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ചിന്തയൊന്നുമില്ല. അത് ഞാനൊക്കെ അങ്ങനെ കേട്ടോ. അത് ചില ഞാൻ പറഞ്ഞില്ലേ, നമ്മളീ പറഞ്ഞ് നമ്മൾ വലിയ ആളാന്നൊക്കെ ഒരു വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. പലപ്പോഴും ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുന്ന സാധാരണക്കാർ അവരൊക്കെ പഠിപ്പിക്കുന്ന പാഠമുണ്ടല്ലോ. ഗുരുവായൂർ 4 പിള്ളേർ പോയി, 2 ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനി. ഗുരുവായൂർ പോയതല്ല, അവർ ടൂറ് പോയ കൂട്ടത്തിൽ 2 പേർക്ക് ഗുരുവായൂർ പോയി തൊഴണം. ഒരു ക്രിസ്ത്യാനി പയ്യൻ, ഒരു മുസ്ലിം പയ്യൻ, 2 ഹിന്ദുക്കൾ. ക്രിസ്ത്യൻസിനൊരു ഗുണം വെച്ചാൽ അവർ വളരെ എവിടെയും എങ്ങനെയിട്ടാണ് നാലുകാരെ വീഴാൻ ഇഷ്ടപ്പെടുന്നവർ. ഈ 2 പേര് കൂടി ക്രിസ്ത്യാനി പയ്യൻ ചാടി കയറി. ഞാൻ കൂടെ എന്നാരെ അറിയണേ എല്ലാം അറിയും. പക്ഷേ ആ മുസ്ലിം പയ്യൻ അവന് സങ്കടമായി, ഞാൻ വരുന്നില്ല. അപ്പുറത്തുനിന്നൊരു വൃദ്ധൻ കേട്ടു, നിന്നെ ആരാ അറിയാം, നീ വയ്ക്കുമോ, നിനക്ക് ഇഷ്ടമുണ്ട്. നിന്നെ ആരറിയും, എന്നെ ദൈവത്തിനറിയാം. ഞാൻ അങ്ങനെ എങ്ങനെ പറ്റി എന്ന് പറയുന്ന ചില എന്ത് സിമ്പിളല്ലേ. ഞാൻ പറഞ്ഞ അതാണ്, അവിടെയാണ് ആ ഒരു അടുപ്പമുണ്ടല്ലോ, അത് വയലാറിനുണ്ടായിരുന്നു. ഒരു പരിധി വരെ എനിക്കുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആയുധം പിടിച്ച് നമ്മളെ വെട്ടാതിരിക്കുക എന്നുള്ള വിചാരത്തിരിക്കില്ല.
അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി. ശരത്തേട്ട ഇപ്പോൾ മദ്യപിക്കില്ല, പക്ഷെ സദാ മുറുക്കും ഈ ഒരു ഐഡന്റിറ്റിക്കൽ കുറിയും ഉണ്ട്. ഇത് ഒരു തരത്തിലൊരു ആളിനെ ഞാനിത് ശരിക്കും തൊടാൻ തുടങ്ങിയത് ഞാൻ ചന്ദനം അതുകൊണ്ടുണ്ട്. യോഗ ചെയ്യുമായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ചെറുകാലം ഈ ഇതിനെ എങ്ങനെ കൊണ്ടുപോകുന്നൊരു മനക്കരുത്തിയില്ലാതെ ഒരു കാലം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് 5 പെണ്ണുങ്ങളുടെ കൂടെ ഈ ജീവിതം, മുത്തശ്ശിയമ്മ, അമ്മ, 3 സഹോദരിമാരുടെ കൂടെ എങ്ങനെയാണ് 15 ഒരു അപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റണ്ടേ. അപ്പോഴാണ് യോഗ പഠിച്ചത്. ഈ നെറ്റ് ചുളിയാണ്ടിരിക്കരുത്. നെറ്റ് ചുളിക്കാന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടക്കേട് വരുമ്പോഴാണല്ലോ. അപ്പം നെറ്റ് ചുളിയാണ്ടിരിക്കാൻ, അപ്പോൾ അത് ഇഷ്ടക്കേട്, ടെൻഷൻ ഉണ്ടാകണം. അങ്ങനെയാണ് യോഗ പഠിച്ചു തുടങ്ങിയത്. ആദ്യമേ ചന്ദനം തൊട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ചന്ദനം പോകരുത്, പക്ഷേ പോവും. നെറ്റി 1000 തവണ ഒരു ദിവസം ചുളി. പിന്നെ ഇത് പോകരുത് എന്നുള്ള വിചാരം വന്നു. അപ്പം നെറ്റി ചുളിയിൽ കുറഞ്ഞു. നമ്മൾ സന്തോഷവാനായി. ആ നെറ്റി ചുളിയുന്നത് ഉള്ളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കരണമുണ്ടാണ്ട്. ഇപ്പോൾ യോഗ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ നെറ്റി ചുളിച്ചിൽ കുറഞ്ഞു. നെറ്റി ഞാൻ ചന്ദനം പിന്നെ മാറ്റിയിട്ട് ഈ കുങ്കുമം തൊട്ടു. പിന്നെ ഇത് സ്ഥിരമായിട്ട് തൊടാൻ കാര്യം വെച്ചാൽ ഒരാൾ എന്നെ വിലക്കി. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട ആൾ ചെയ്യാൻ പാടില്ല, അത് സ്വാതന്ത്ര്യം. അപ്പം ഞാൻ പറഞ്ഞു, അത് ഇതുകൊണ്ട് അങ്ങനെ ആ ഒരു വിശ്വാസം ചോർന്നു പോവുമെങ്കിൽ അത് പൊക്കോട്ടെ. അത് പന്നിൻ്റെ വിധൻ എന്ന് പറഞ്ഞ അദ്ദേഹം മുടി വളർത്തുന്ന പോലെ. പിന്നെ അത് ഞാൻ അങ്ങനെ ആക്കി. അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം നമ്മൾ അമ്പലങ്ങളിൽ പോവും, പള്ളികളിൽ പോവും. പോകാൻ പാടില്ല എന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പോകാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഒളിച്ചു പോകില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പ്രകടമാതിരുന്നോട്ടെ അവിടെ. പക്ഷെ ഇത് തൊട്ടിട്ട് ഞാൻ ഇന്നുവരെ മൂകാംബിക പോയിട്ടില്ല എന്ന് ഓർത്തത്. അതാ രസം. എന്നെ മൂകാംബികയിലേക്ക് ഇന്നുവരെ വിളിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് കുഞ്ഞിനെ കൊണ്ട് പോയിട്ടുണ്ട്. എഴുതാൻ തുടങ്ങിയിട്ട് പലരും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു, തന്ത്രിമാരുൾപ്പെടെ. അവരുടെ യാത്ര മുടങ്ങി. മരിച്ചുപോയ സച്ചി എല്ലാ വർഷവും പോയി കിട്ടും. സച്ചി സേതു. സച്ചിനോട് ഞങ്ങൾ നിത്യം പോകണല്ലേ ചേട്ടൻ ഞങ്ങളോട് അവരുടെ യാത്ര മുടങ്ങി ഇതുവരെ. അപ്പം ഞാനൊരു ഇത് തൊട്ടുകൊണ്ട് മൂകാംബിക എന്നെ ഇഷ്ടപ്പെടുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. അവിടുന്ന് കുങ്കുമത് എന്ന് വെച്ചിട്ട് അവർക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തൊടാണ്ടിരിക്കുന്നില്ല. അതെൻ്റെ ശീലം. പക്ഷെ ആർക്കും ദോഷമില്ല. ജയചേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ മുഖത്തല്ലേ ബീച്ചിരി, നിൻ്റെ മുഖത്തല്ലോ. ഒരാൾ ചോദിച്ചതാ. അതേ ഉള്ളൂ. അതൊരു ഭയങ്കര ഒരു തുറന്ന സംഭവമാണ്. ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതുണ്ടാവും. അല്ല, അദ്ദേഹം പിന്നെ അങ്ങനെ ഇടംവലം നോക്കാത്ത ഒരാളാണ്. പക്ഷേ ഞാനൊന്നും അങ്ങനല്ല. എനിക്ക് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. പറയുന്നതും എൻ്റെ വാക്കുമൊക്കെ ഞാൻ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസമൊക്കെ ഉണ്ടാകും. പക്ഷേ അതാ നേരത്തെ പറഞ്ഞല്ലേ, ഒരു വാക്ക് പറയുമ്പം നിനക്കുണ്ടാകുന്ന സങ്കടം പറഞ്ഞില്ലെങ്കിൽ നിനക്കൊരു സങ്കടം ഉണ്ടാകും, പറഞ്ഞാൽ വേറൊരുത്തിന് സങ്കടം ഉണ്ടാകും. പറഞ്ഞിട്ട് അവനുണ്ടാകുന്ന സങ്കടത്തേക്കാൾ നല്ലത് പറയാണ്ട് നിനക്കുണ്ടാകുന്ന സങ്കടമാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അതിൻ്റേതായ സമ്മർദ്ദങ്ങളുണ്ട് കേട്ടോ. വേറെ അതുണ്ടാവും. ഈ മുറുക്ക് ശീലാക്കിയത് ചില കുട്ടിക്കാലം മുതലേ ഇത് മുറുക്കുമായിരുന്നു. വീട്ടിൽ 3 ചെല്ലം ഉണ്ടായിരുന്നു. മുത്തശ്ശമ്മയ്ക്കൊരു ചെല്ലം, അച്ഛനൊരു ചെല്ലം, അമ്മയ്ക്കൊരു ചെല്ലം. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ ഇവരുടെ അടുത്ത് പോയിരിക്കും. ഇവർ വെറ്റിലയും പാക്കും ചുണ്ണാമ്പും മാത്രമേ എനിക്ക് തരുള്ളൂ. എല്ലായിടത്തു നിന്നും കിട്ടും. അപ്പം അതങ്ങനെ ശീലമായി. പിന്നെ അത് കഴിയുമ്പോൾ വീഡിയോയിലേക്ക് തുടങ്ങിയപ്പോഴത്തേക്ക് അത് നിന്നു. പിന്നെ സിഗരറ്റ് വലി നിർത്തിയപ്പോഴാണ് ഞാൻ വീണ്ടും ഇപ്പം 20 കൊല്ലം കഴിഞ്ഞ സിഗരറ്റ് വലി നിർത്തിയിട്ട്. അതൊരു പാട്ടാണ് എന്നെ കൊണ്ട് വലി നിർത്താൻ പ്രേരിപ്പിച്ചത്. പാട്ടാണ്. 1.5 മണിക്കൂറിന് ഒരു പാട്ട് വേണം പറഞ്ഞൊരു തെലുങ്ക് ട്യൂൺ കൊണ്ടുവന്നു. ഒരു തെലുങ്കൻ്റെ ട്യൂൺ. മലയാളത്തിനകത്ത് എങ്ങനെ അതിനകത്ത് മലയാളം കുത്തിക്കയറ്റുന്ന അറിയാണ്ട് 10 മണിക്കൂറിന് ശരത്തെ 11:30 പാട്ട് വേണം കേട്ടോ. 1 മണിക്ക് പാടാനുള്ളത്. ഒരു 15,000 രൂപ കൊണ്ട് വെച്ചു. ഇതിരുന്ന് കഴിഞ്ഞാൽ എഴുതി പോവില്ല. മുമ്പിൽ കാശ് പൈസ ഇരിക്കില്ല. ഇത് ഇപ്പോഴത്തെ കാലമല്ല, 80, 80, 85 കാലഘട്ടത്തിലെ കാര്യം പറയാം. എഴുതി പോവും. 15 രൂപ അന്നെന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? ഞാൻ പോയിട്ട് പോരാന്ന് പറഞ്ഞ് പോയി. ഞാൻ നേരെ അടുത്ത കടയിൽ പോയി 2 പാക്കറ്റ് വിൽസ് മേടിച്ചു. അന്ന് ഞാൻ വലിക്കുന്ന കാലം. എന്നിട്ട് ഞാനിരുന്ന് എഴുതി പാട്ട് 12 മണിയായി. പുള്ളി വന്ന് 15 മിനിറ്റ് പുള്ളി ഇരുന്നു കൂടുതൽ. എന്നിട്ട് 12 മണിയായി പാട്ട് തീർന്നു. നോക്കിയപ്പോൾ 18 സിഗരറ്റ് തീർന്നിരിക്കുന്നു. ഞാൻ അറിയുന്നില്ല. ആ 2 സിഗരറ്റ് ഒരു 6-7 കൊല്ലം വീട്ടിൽ നിന്നു പൂത്ത് കഴിഞ്ഞാൽ അന്ന് ആ 2 സിഗരറ്റ് അപ്പട്ട ഞാൻ നിർത്തിയത്. പക്ഷെ അത് കുള്ളിൽ അതിൻ്റെ ഒരു ബന്ധുവും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉപേക്ഷിക്കുന്ന നിൻ്റെ മനസ്സ് കരിങ്കല്ലാടാന്ന് എന്നോട് ദേഷ്യം പറഞ്ഞെടുത്തിട്ടുണ്ട്. അത് അയാളുടെ വലിക്കാനുള്ള കൊതിയായിരുന്നു. കാര്യം കാരണവന്മാരെമാരെ കൊണ്ടുവന്ന് വീട്ടിലിറക്കി ഇവിടെ വന്നിട്ടാണ് വലിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ സിഗരറ്റില്ല, തീർന്നില്ലേ? അത് ശരിയാണ്, കരികല്ല. അങ്ങനെ ഒന്നും ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. എല്ലാം വേണം. കല്യാണം കഴിച്ചു കാമുക ഉപേക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചിലർക്ക് തുറന്നു പറയും, ചിലർക്ക് തുറന്നു പറയില്ല, അത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഭാര്യയെ സമ്മതിക്കുന്നത് അത് എനിക്ക് ഏറ്റവും സന്തോഷമാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആലോചിച്ച് ഞങ്ങളൊരു വിജയം പോകുമ്പം വഴിയിൽ നല്ല സുന്ദരി പോയാൽ ഒന്ന് കണ്ണു നോക്കും എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാനും കൊടുത്തിട്ടുണ്ട്. മണിയമ്പിള്ള രാജേട്ടൻ പറഞ്ഞാൽ വീട്ടിലേക്ക് കയറുമ്പം
ബാഗ് പരിശോധിച്ചിട്ട് കയറേണ്ട ഗതികളൊന്നും എനിക്കില്ല. മറ്റേ ടൂറൊക്കെ പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അകത്ത് ഒന്നുമില്ല, കയറി പോവാം. അല്ല, അതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ, അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ എല്ലാ തരം പാട്ടുകളും എഴുതാൻ നമുക്ക് കിട്ടുന്നൊരു എല്ലാത്തിലൂടെ നമുക്കൊരു ഇഷ്ടം വേണം. എപ്പോഴാണ് ആരാണ് പ്രയോജനപ്പെടുന്നത്? ചിലപ്പോൾ ചെകുത്താൻ പ്രയോജനപ്പെടുമല്ലോ. ചെകുത്താൻ പ്രയോജനപ്പെടില്ല എന്ന് പറയാൻ പറ്റുമൊന്നുമില്ല, അല്ലേ? ചെകുത്താൻ ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ടല്ലോ, ഞാനല്ലേ തനിക്കെന്താ വിലയെന്ന്. അല്ല, ഇന്ന് പറഞ്ഞ പോലെ ആ ഒരു കുറച്ചൊക്കെ അച്ഛൻ്റെ നിന്ന് എനിക്കത് കിട്ടിയതായിരിക്കും. എപ്പോഴും പറയും, എവിടെയെങ്കിലും പോയി ചെന്നാൽ നീ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ശൂന്യത ഉണ്ടാകണം, അയാൾ പോകേണ്ടിയിരുന്നത് ഇന്ന് തോന്നിപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം ഇത് തന്നെ കേട്ടോ. ഇപ്പോൾ ഈ ഓമനപ്പുഴക്കടപ്പുറം എന്നുള്ള പാട്ട് എഴുതുമ്പോൾ എൻ്റെ അനിയത്തിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു ഗുജറാത്തിൽ, ബുദ്ധി വികസിക്കാത്ത മകൻ. അമ്മയ്ക്ക് ഒരു നിമിഷം പോലും ഇവനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പോകാൻ പറ്റില്ല. ഇപ്പം എന്ത് പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല, അന്നത്തെ കാലമാണ്. അപ്പോൾ ഈ പാട്ട് അമ്മ അടുക്കളയിൽ പോയി ഇവൻ എന്തെങ്കിലും തെളിപിടിക്കും, എന്തെങ്കിലും കുസൃത്തം കാണിക്കും, എന്തെങ്കിലും വയറ് പിടിച്ച് വലിക്കും, പുറത്തോട്ട് അടുക്കള എങ്ങും പോകാൻ പറ്റില്ല. ഒരു ദിവസം പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് പറയാം എൻ്റെ അനിയത്തിയോട്, ഈ സാധനം ഞാൻ CD ആക്കി കൊടുത്തു, എനിക്ക് മാർക്കറ്റിൽ വരെ പോയിട്ട് വരാം. കേട്ടോണ്ടിരിക്കും സുഖമല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്നെ ഡോക്ടറാക്കടായിരുന്നു അച്ഛനാഗ്രഹം. പക്ഷേ ഇത് ഒരു രോഗിയെങ്കിലും നമ്മുടെ ഒരു പാട്ട് മരുന്നായി എന്ന് പറയുമ്പോൾ ഞാനൊരു ഡോക്ടറായില്ല, ഒരു കൊച്ചു ഡോക്ടറായി നമ്മൾ. ഈ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു അച്ഛനാണ്, അപ്പം ഭയങ്കര തരത്തിലുള്ള ഫിലോസഫീസ് ഉണ്ട്. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, തത്വശാസ്ത്രം, ഈ കമ്മ്യൂണിസത്തെ തന്നെ പല അർത്ഥത്തിൽ വായിക്കാൻ ശ്രമിക്കുന്ന ഏരിയാസ് ഉണ്ട്. അപ്പം അന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഷയിൽ എഴുതുന്ന ഒരാളെന്നും കൂടെ ഒരു കവിക്ക് അങ്ങനെയും കൂടെ ഒരു തലമുണ്ടായിരുന്നു. ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതി അല്ല, അത് രണ്ട് രീതിയിലുണ്ടായിരുന്നു. എല്ലാവരും കുറിച്ചൊരു പരാതിയും ഉണ്ടായിരുന്നല്ലോ. പിന്നെ അദ്ദേഹം സവർണ്ണ കവിയാണ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ മുഴുവൻ സവർണ്ണ വാക്കുകളാന്ന് പറഞ്ഞു. സിനിമ ആവശ്യപ്പെടുന്നതാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഗായത്രി എന്നുള്ള സിനിമയിൽ അത് പറയുന്ന ഭാഷ വേണം, അല്ലേ? അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു പുരാണ പാട്ട് സിനിമയാണെങ്കിൽ ആ പൗരാണികത നിറഞ്ഞ വാക്ക് ഉപയോഗിക്കേണ്ട ബാധ്യത എഴുത്തുകാരനുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സവർണ്ണ കവിയാണെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന എന്താണ് ഈ കടമ. ഒന്നത് ഇത് നിനക്ക് മാത്രം അവകാശപ്പെട്ട വാക്കല്ല, ഇത് ഇവനും കേൾക്കാൻ പഴയ കാലമല്ല, കാതിലെയും ഉരുക്കി ഒഴിക്കണ്ട, അവനും കേൾക്കാൻ അർഹതയുള്ളതാണ്. അതുകൊണ്ട് ഞാനതെടുത്തു, ഏറ്റവും നല്ല മീഡിയയിൽ കൂടി ഞാനത് മനുഷ്യനെ കേൾപ്പിച്ചു. അതിനെന്താ തെറ്റ്? അപ്പോൾ ഈ ഫിലോസഫീസൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അച്ഛൻ്റെ മകനായിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മളും പോകണം എന്ന്? അല്ല, അതിപ്പോൾ ജീവിക്കാൻ വേണ്ടി ഫിലോസഫി പഠിക്കണമെന്നില്ല. തത്വശാസ്ത്രം പഠിച്ചിട്ടൊന്നും ജീവിതം നടക്കില്ല. ഈ മറ്റേ ഗാട്ടാഗുസ്തി പഠിച്ചവൻ തല്ലാൻ പോകലെന്ന് പറഞ്ഞില്ല, അവൻ ആദ്യം ചെന്നിട്ട് മറ്റേ വാമപ്പ് ചെയ്യും, അപ്പോഴത്തേക്കും മറ്റവൻ തല്ലിച്ച് പോകും. നാടൻ തല്ലും മറ്റേ തല്ലും വേറെ. അപ്പം അത് നടക്കില്ല. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭം നമുക്ക് വരികയാണ്, ഒരു ഫിലോസഫിക്കൽ സാധനം എഴുതേണ്ട സാഹചര്യം വരികയാണെങ്കിൽ. ഇപ്പം കവിതയിൽ നമുക്ക് എഴുതാം, സിനിമയിൽ പാട്ടിൽ അത് ആവശ്യപ്പെടണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ, സന്ദർഭം തിരക്കഥാകൃത്തുണ്ടാക്കി സംവിധായകൻ ആവശ്യപ്പെട്ടാൽ നമ്മളത് വേണ്ടി വരും. ഇപ്പം ജീവിതമെന്നും ഒരു പ്രേമ കടങ്കഥയല്ലേ, ആരോ പാടും ദൂരയിലൊരു അങ്ങനെ ഒരു സംഭവം പറഞ്ഞു. നിസ്സാരമാണ്, പ്രേമിച്ച് കെട്ടിയവരിൽ ഒരാളങ്ങ് മരിക്കുകയാണത്. അതിനകത്ത് മുഴുവൻ ഉത്തരമൊന്ന് തേടും, മനസ്സൊത്തിരി, അങ്ങനെ ആ വരികളാണ് വരുന്നത്. സുഖസങ്കടമുള്ളൊരു വാഹിനി നീനാക്. അപ്പോൾ അതങ്ങനെ സാധനം നമ്മളെ ഓർമ്മിപ്പിക്കാൻ അതുപോലെ സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുവേണ്ടി ചെയ്യാം. പക്ഷെ അല്ലാണ്ട് നമുക്ക് വയലാറിൻ്റെ ഒരു പുള്ളിക്ക് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ഈ സാധനം എവിടെയെങ്കിലും ഇപ്പം പൊക്കിൾക്കുഴി ഒരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി, പണ്ട് ശ്രീപാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി. അപ്പോൾ കാളിദാസനെ വലിച്ചിട്ട് വന്നു. അവർ കേൾക്കുന്നവൻ എന്താണ് പാർവതി അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ കാളിദാസ കൃതിയിലേക്ക് പോകും. അപ്പം നമ്മളുടെ മനസ്സ് വളർത്തിത്തരിക, അല്ലെങ്കിൽ അത് കൂട്ടിയെടുക്കുക എന്നുള്ളൊരു വലിയൊരു ആവശ്യമുണ്ടല്ലോ. ആ ഒരു ബാധ്യത. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇന്നെല്ലാം വളരെ ലാഘവബുദ്ധിയോടെ തീർക്കുകയല്ലേ. പണ്ടത്തെ പോലെ ചകമ്പുഴ വരി നോക്കി പ്രേമലേഖ എഴുതേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ലേ, അല്ലേ? അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമില്ല. തിന്മ തന്നെ തീണ്ടിടാതുള്ള നിർമ്മലത്വമേ ധന്യ നീ എന്നൊക്കെ പറഞ്ഞ പെണ്ണിനോട്, പക്ഷെ അത് കേൾക്കാൻ താല്പര്യമുള്ള പെണ്ണുണ്ടായിരുന്നു. ഇന്ന് ഏത് പെണ്ണുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? കാവ്യ ഇല്ല, എല്ലാവരും അല്ല കേട്ടോ, അല്ലല്ല ഉള്ളവരുണ്ട്. നമ്മളത് സാമാന്യ അല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം ഇപ്പം നമുക്ക് വരുന്നില്ല. കാര്യം അന്ന് ഫിലോസഫി പറഞ്ഞു കൊടുക്കുക എന്നുള്ള എഴുത്തുകാരനെ മാത്രം ബാധ്യതയായിരുന്നു സമൂഹത്തിന്. ഇന്നിപ്പോൾ എവിടെ വേണമെങ്കിൽ എന്തും കിട്ടാവുന്നൊരു ലോകത്തേക്ക് നമ്മൾ ഈ വലിയ അരമണിക്കൂർ ക്ലാസ് ലെക്ചർ, ഇപ്പം ലെക്ചർ ഇങ്ങനെ ഇല്ലാണ്ട് വന്നില്ലേ. ഇപ്പം
എല്ലാവരും ഇതിനകത്ത് കയറി പഠിക്കുന്നൊരു കാലത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഉം, ഉം. പിന്നെ ചർച്ചയില്ലാന്ന് ഉള്ളൊരു പ്രശ്നമുള്ളൂ. ആ ആ